ഹരിഹരൻ, ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ ദിവസം നടന്ന യോഗം പൊതുവിൽ ആം, രാഷ്ട്രീയ മണ്ഡലത്തിൽ മാധ്യമരംഗത്തൊക്കെ വലിയ ഒരു ശ്രദ്ധ ഉയർത്തിയ സംഗതിയാണ്. കാരണം ആ മുന്നണി വലിയൊരു തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ഡി എം കെയുമായിട്ടുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ, ഡി എം കെ ആ യോഗം ബഹിഷ്കരിച്ചു. സി പി എം കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിലാണ്. പിണറായി വിജയനെ സ്പെസിഫിക്കായി ടാർഗറ്റ് ചെയ്യുന്നുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ബംഗാളിൽ മുന്നണിയുമായിട്ടൊരു വലിയ പരിധി വരെയൊക്കെ യോജിക്കുകയൊക്കെ ചെയ്തിരുന്ന മമതാ ബാനർജി അവർ പരാജയപ്പെടുക മാത്രമല്ല, അവരുടെ പാർട്ടിയിൽ തന്നെ ഏതാണ്ട് മൂന്നിൽ രണ്ടാളുകൾ അവരെ പാർട്ടി വിട്ട് മറുഭാഗത്തേക്ക് ബി ജെ പി ആയിട്ട് സഖ്യം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പാർലമെൻറ്റിലും അതിൻ്റെ ഒരു തകർച്ചയുണ്ടാകും. കൂടെ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ആർ ജെ ഡിയും അതുപോലെ തന്നെ എസ് പി തുടങ്ങിയ പാർട്ടികളും വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സോളിഡ് ഫോഴ്സ് മാത്രം പിന്നെ ഇങ്ങനെയൊരു മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ വിജയിക്കുക, എന്തായിരിക്കും ഈ മുന്നണിയുടെ ഭാവി എന്നുള്ളത് താങ്കളുടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലുള്ള പരിചയം വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ത്യ മുന്നണിയുടെ ഒരു കഴിഞ്ഞ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരേ സമയം അവർക്കൊരു സാധ്യതയുണ്ട്, പ്രതിസന്ധിയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഭരണം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പരീക്ഷ കടലാസ് ചോർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെറുപ്പക്കാരുൾപ്പെടെ സമരത്തിലേക്ക് വരികയും ചെയ്യുന്നൊരു കാലമാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് ഡി എം കെ പോലെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ വളരെ സോളിഡായ അടിത്തറയിലൊരു പാർട്ടി മുന്നണി വിട്ടു എന്നുള്ളതാണ്. പിന്നെ മമതാ ബാനർജിയെ പോലെ മുന്നണിക്കകത്തുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അവർ, പക്ഷേ പ്രതിസന്ധി, അവരുടെ പാർട്ടിയുടെ പ്രതിസന്ധി ഉണ്ടാവാം. അവർ മുന്നണി യോഗത്തിന് ആദ്യമായിട്ട് പങ്കെടുത്തു. സോണിയാഗാന്ധിയൊക്കെ വളരെ ഊഷ്മളമായിട്ട് അവരെ സ്വീകരിച്ചു. അത് അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത് ക്രൈസിസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഒരു കാലത്തും അങ്ങനെ കേരളത്തിനകത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിന് പുറത്ത് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ അവർ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങി എം പിമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ കേരളത്തിനകത്ത് ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളിൽ പലരും സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. സി പി എമ്മിന് അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയാൻ അവർ കേരളത്തിൽ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവർ പിണറായി വിജയനെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് പോയിട്ട് സംസാരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടിയുടെ ഒരു പരിമിതി കാണിക്കുന്നുണ്ട്. കാരണം ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരാളല്ലല്ലോ സംസാരിക്കണം. ബേബി പോലെ ആൾ പങ്കെടുത്തിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ വിജു കൃഷ്ണ പോലുള്ള വലിയ പോളിറ്റ് ബ്യൂറോ ഉള്ള ചെറുപ്പക്കാർ സംസാരിക്കണം. കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവായി നിൽക്കുന്ന ഒരാൾ പോയിട്ടല്ലല്ലോ ഈ കാര്യം പറയുന്നത്. അപ്പം ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ മുഖം എന്ന് വെച്ചാൽ ജോൺ ബ്രിട്ടാസായി മാറിയിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെ ഒരു തകർച്ചയുടെ, ഒരു നിലവാര തകർച്ചയുടെ ഭാഗം കൂടിയാണ്. സീരിയസ് ആയിട്ട് അവർ ദേശീയ രാഷ്ട്രീയത്തെ കാണുന്നില്ല എന്നാണ് എൻ്റെ മലയാളം. ഡി എം കെയുടെ കാര്യത്തിലാണെങ്കിൽ ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി വിജയുടെ പാർട്ടിയായിട്ട് ഐക്യം വേണമെന്നുള്ള നിലപാടെടുത്ത ആളാണ്. ഏറെക്കുറെ പരസ്യമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നതിന് വേണ്ടി ചർച്ച നടത്താനും അവരെ മുന്നണി കൊണ്ടുവരാനൊക്കെ. ഡി എം കെയാണ് അതിന് തടസ്സം നിന്നത്. കാരണം ഡി എം കെ പ്രതീക്ഷിച്ചത് അവർ തനിച്ച് വീണ്ടും ഭരണത്തിൽ വരും. പക്ഷേ യഥാർത്ഥത്തിൽ വിജയുടെ ഒപ്പം നിൽക്കാനുള്ള ശേഷി ഡി എം കെയുടെ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നില്ല. വിജയ് കുറേ കൂടി അടിത്തട്ടിലേക്ക് പോവുകയും ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് സ്ത്രീകളും ചെറുപ്പക്കാരും കടലോര മേഖലയിലുള്ള ഈ ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന ഒരു പുതിയ വോട്ട് ബാങ്കിനെ അയാൾ സൃഷ്ടിച്ചെടുക്കുക, ഉപയോഗിക്കുകയാണ് ചെയ്തത്. അത് ഡി എം കെക്കോ ഡി എം കെക്കോ കോൺഗ്രസിനൊന്നും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അത് നേരത്തെ കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് വിജയയെ ചേർത്ത് പിടിക്കണം എന്നുള്ള നിലയ്ക്കൊരു മെസ്സേജ് അദ്ദേഹം കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ തോൽക്കുമ്പോൾ പിന്നെ ഒരു സോളിഡായ ഒരു ഗവൺമെൻറ്, ഉറപ്പുള്ളൊരു ഗവൺമെൻറ് വേണമെങ്കിൽ പിന്തുണയ്ക്കേണ്ടി വരും. സി പി എമ്മും പിന്തുണയ്ക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ അസംതൃപ്തി എന്ന് പറയുന്നത് അഖിലേഷ് യാദവിന് അസംതൃപ്തിയുണ്ട്, തേജസ്വി യാദവിന് അസംതൃപ്തിയുണ്ട്. ബീഹാറിലെയും യു പിയിലെയും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ അസംതൃപ്തരാണ്. ചിലപ്പോൾ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ വിഭാഗത്തിന് അസംതൃപ്തി ഉണ്ടാവാം. കാശ്മീരിലെ PDP പോലുള്ള പാർട്ടികൾക്ക് അസംതൃപ്തി ഉണ്ടാവാം. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുമെങ്കിൽ അത് യഥാർത്ഥത്തിലൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വരാവുന്ന എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴവർ നേരിടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ എഴുതി തള്ളാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല.
അല്ല, അതിൽ എനിക്ക് തോന്നുന്നു 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ പോളിറ്റിക്സ് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അടിത്തട്ടിൽ നിന്നുള്ളൊരു വലിയ മാറ്റം വരുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ വിജയ് എന്ന് പറയുന്ന പ്രതിഭാസം, നേരത്തെ ഒരു 2-3 മാസം മുമ്പ് അങ്ങനെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല. വിജയ് എന്ന് പറയുന്ന കുറച്ച് ആളുകളെല്ലാം കൂടി ചേർന്നൊരു പാർട്ടി നടത്തുന്നു എന്നുള്ള മാതിരിയാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ മാത്രം അവർ പെട്ടെന്ന് ശക്തി പ്രാപിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ ലെവലിൽ ഏറ്റവും അടിത്തട്ടിലുള്ള സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു അപ്സർജി വരുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള മൂവ്മെൻറ്റുകൾ, അത് വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു അത് വന്നിരിക്കുന്നത്. അത് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടത്തിയതല്ല ഇതിൻ്റെ പ്രശ്നം. അതിന് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യുവജന പിന്തുണ, അത് നിങ്ങൾക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ കഴിയാത്തവരും സബ്സ്റ്റാൻഷ്യലായിട്ട് പിന്തുണയാണ്. എന്തുകൊണ്ട്? വളരെ ഗൗരവമുള്ള കുട്ടികളുടെ, യുവജനങ്ങളുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് NTA-യിൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലേണ്ടത്. ആ ബന്ധപ്പെട്ട ആളുകൾ ആ നിമിഷം ഒരു സാധാരണ ബ്രിട്ടീഷ് ഭരണത്തിലൊക്കെയാണ് നേരെ വളക്കുകാലിൽ കെട്ടി തൂക്കി കൊന്നുകളയും. അത്രത്തോളം ഗൗരവമുള്ള തെറ്റുകളാണ് അവർ വരുത്തിയത്. അപ്പം ആ തരത്തിൽ ആ മന്ത്രി ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് BJP സർക്കാർ. അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ സാമ്പത്തിക മേഖലയിലും സാമൂഹിക മേഖലയിലും ഒക്കെ തന്നെ നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഈ അസംതൃപ്തി BJPക്ക് ഒരുപക്ഷെ അവരുടെ RSSൻ്റെ നുണപ്രചാരണം കൊണ്ട് മാത്രം നേരിടാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ അപരവൽക്കരണം കൊണ്ട് നേരിടാൻ കഴിയില്ല. ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരുന്നു, ബംഗ്ലാദേശിൽ നിന്ന് കോക്രോച്ചസ് അല്ല മറ്റേ ഇവർ ടെർമൈറ്റ്സ്, ഇതിവിടെ കോക്രോച്ചസ് എന്നാണ് ഈ കുട്ടികൾ കുറ്റം പറഞ്ഞത്. അവിടെ നിന്ന് വരുന്ന ആളുകൾ ടെർമൈറ്റ്സ്, അത് ആക്ച്വലി ബംഗ്ലാദേശിൽ നിന്നല്ല, ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുള്ള ആളുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊക്കെ വരുന്നതായാലും തമിഴ്നാട്, അങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ. മാത്രമല്ല ബംഗ്ലാദേശിൽ ഇത്രയേറെ ആളുകൾ, ഇന്ത്യയെ പോലെ മഹാരാജ്യം മുഴുക്കെ പിന്നെ എങ്ങനെ കംപ്ലീറ്റ് അരിച്ചു വെറുക്കാൻ മാത്രം ആൾ ബംഗ്ലാദേശിലില്ല, ഒരു ചെറിയ സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഈ നുണപ്രചരണവും ഈ വ്യാജമായിട്ടുള്ള ഒരു പ്രതിച്ഛായയും ഇതുകൊണ്ട് മാത്രം അധികാരത്തിൽ പിടിച്ചു നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലാണോ ഇന്ന് NDA സഖ്യകക്ഷികളുള്ളത്? NDA കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അതിൻ്റെ ഒരു കാര്യം, മോദിയുടെ പ്രഭാവം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. മോദി മാജിക് എന്നുള്ളത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, എപ്സ്റ്റീൻസ് ഫയൽസിൽ അയാളുടെ പേരുകൾ വരുന്നു, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പലരെക്കുറിച്ചും പരാമർശങ്ങൾ വരുന്നു. 2, മോദി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആൾ ഏറെക്കുറെ ഇപ്പം കൈയൊഴിഞ്ഞ മട്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ട് ലോകം വെട്ടിപ്പിടിക്കാനുള്ള മോഹം അവസാനിച്ചു. ഇസ്രായേൽ തന്നെ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ കൈയൊഴിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ 2 മന്ത്രിമാരെ ഈ യൂറോപ്പിലേക്ക് വരണ്ടെന്ന് അവരിപ്പം ബാൻ ചെയ്തിരിക്കുകയാണ്. ഫ്രാൻസ് ഇന്നലെയാണ് ഒരു പുതിയ ബാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടുത്തെ മന്ത്രിമാരാണ് ഈ വഴിക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പല രീതിയിലുള്ള ഒറ്റപ്പെടൽ വരുന്നു. ട്രംപ് തന്നെ നെതന്യാഹുവിനെ കൈയൊഴിയാൻ നോക്കുന്നു. അപ്പോൾ അതിനിടയിൽ മോദിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മോദിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, കറപ്ഷൻ, വലിയ തോതിലുള്ള കറപ്ഷൻ, പൊതുഖജനാവ് ചോർത്തുന്ന രീതി, അദാനി പോലുള്ള വലിയ കമ്പനികൾ പണം ചോർത്തിക്കൊണ്ടുവന്നു, അതിങ്ങനെ കൂടുതൽ പരസ്യമായിട്ട് വരികയാണ്. മൂന്നാമത്തെ കാര്യം, ഈ ചെറുപ്പക്കാരുടെ അസംതൃപ്തി, അത് ചെറിയ കാര്യമല്ല. ഇന്ത്യയെപ്പോലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ വോട്ട് ചെയ്യുന്ന രാജ്യത്ത് അവരവരുടെ പ്രശ്നങ്ങൾ, അവരിപ്പം വളരെ ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ രൂപപ്പെടുത്തിയ ഒരു കൂട്ടായ്മയാണെങ്കിൽ പോലും അതിനകത്ത് അവർ വെക്കുന്നത് ഗോദി മീഡിയക്കെതിരെ അവർ ശബ്ദിക്കുന്നുണ്ട്. മീഡിയ പറയുന്നില്ല എന്നാണ് അവരുടെ പരാതി. മീഡിയ പരാജയപ്പെട്ടു, കാരണം മീഡിയ മുഴുവൻ അദാനിയുടെ അംബാനിയുടെ കയ്യിലാണ്. അല്ല, അതിൽ വലിയ പ്രശ്നം, അതിൽ വലിയ തോതിലുള്ള കറപ്ഷൻ ഉണ്ട്. അത് ഒരു 17 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ആ കറപ്ഷൻ്റെ ഡീപ്നെസ്, അതിൻ്റെ ഡെപ്ത് പിന്നെ എക്സ്പോസ് ചെയ്തത്. എന്താ കഴിഞ്ഞാൽ ഈ കോംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ, അത് ആക്ച്വലി ആ കമ്പനിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിന്നെ ഒരു കോൺട്രാക്ടറായിട്ട് അവരെ കൺസൾട്ട് ചെയ്യാനേ പരിഗണിക്കാനേ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ഈ നിയമങ്ങൾ മാറ്റിയിട്ട് ഈ പിന്നെ ഈ ടെസ്റ്റിന് ആവശ്യമായ ഈ ഓൺലൈൻ മാർക്കിംഗ് സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള കർശനമായ വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കി കൊടുത്ത് ഒരു സെൽഫോണിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ മതി എന്ന മട്ടിലാക്കിയിട്ട് അവർക്ക് അനുകൂലമാക്കി കൊടുത്തു.
അത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കറപ്ഷനാണ്. എന്താ, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ മകൾ അമേരിക്കയിൽ പഠിക്കുമ്പോൾ ഈ കമ്പനിയുടെ കോ ഓണർ ആയിട്ടുള്ള ഒരാളാണ് ആ കുട്ടിയുടെ ചിലവൊക്കെ നോക്കിയത്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. മാത്രമല്ല, നിങ്ങൾ ആ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും നിങ്ങൾ ചിലവാക്കുന്ന പൈസ, പരീക്ഷയ്ക്ക് പൈസ അടയ്ക്കണം, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ വരും, രണ്ടാമത് നോക്കണമെങ്കിൽ പരീക്ഷ റീവാലുവേഷൻ പൈസ, എല്ലാം കൂടി ഈ മിനിമം 2000 രൂപയും ഒരു കുട്ടിയുടെ കയ്യിൽ ചിലവാക്കണം. അപ്പോൾ അതെല്ലാം പോകുന്ന ഈ ചില ആളുകളുടെ കയ്യിലേക്കാണ്. അപ്പോൾ ആ നിലയിൽ എക്സ്ട്രീം കറപ്ഷൻ എല്ലാ ലെവലിലും വന്നു എന്നുള്ളത് ഇപ്പോൾ വളരെയേറെ എവിഡൻ്റ് ആയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ചെറുപ്പക്കാരാ നിലയ്ക്ക് വളരെ അസ്വസ്ഥരാണ്. അവരൊക്കെ സാമൂഹികമായിട്ട് BJP സഹായിച്ചുകൊണ്ടിരുന്നാണല്ലോ ആ വിവാദപ്പെട്ട ആ കുടുംബങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, മിഡിൽ ക്ലാസ് പെട്ട കുടുംബങ്ങളായത്. BJPക്ക് ഒരു സോളിഡ് ബേസ് ആയിരുന്നു. അത് മോദി രാജ്യത്തെ മാറ്റുന്ന കരുതിയവരാണ്. അവരെല്ലാം നിരാശരാണ്. അതുകൊണ്ട് മോദിയുടെ പ്രഭാവം മങ്ങുകയും വേറൊരു ഓപ്ഷൻ BJPക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അടിത്തട്ടിലെ ജനാധിപത്യരായ ഈ വലിയ ഉണർവുകളെ എങ്ങനെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അന്വേഷിക്കണം. അതിനുള്ള ഒരു സാധ്യത ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധിയുടെ പുതിയ പൊളിറ്റിക്കൽ നീക്കങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ന്യായ പദ്ധതി പോലെ അജണ്ടകളിൽ, സോഷ്യൽ ഇഷ്യൂസിൽ, അതായത് ഈ താഴേക്കിട വിഭാഗങ്ങൾക്ക് പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ കാസ്റ്റ് സെൻസസ് വേണം, കമ്മ്യൂണിറ്റിയെ പരിഗണിക്കണം എന്നുള്ളൊരു രാഹുൽ ഗാന്ധിയാണ് ശക്തമായിട്ട് മുന്നോട്ട്. അങ്ങനെ ഒരു പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനുള്ള ചില അജണ്ടകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം അത് പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒരു വേഗതയോടെയുള്ള പ്രവർത്തനം എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളൊരു പ്രശ്നം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും, പക്ഷെ പിന്നാലെ പോയിട്ട് അത് വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം ശരിയായ വിമർശനമാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ അയാൾ എപ്പോഴും തൻ്റെ രാഷ്ട്രീയം, തൻ്റെ പാർട്ടി, തൻ്റെ മുന്നണി, അതിനു വേണ്ടി എപ്പോഴും ഒരു ഹാഫ് ഹാർട്ടഡ് പൊളിറ്റീഷ്യനാണ്, ഒരു ഫുള്ളി എൻഗേജ്ഡ് അല്ല. ആ ഒരു ഇടയ്ക്ക് പുള്ളി എവിടെയോ പ്രാർത്ഥിക്കാൻ പോകും, പിന്നെ ചില സീസണലായിട്ട് വരുന്ന, അതാണ് രാഹുൽ ഗാന്ധിയുടെ പരിമിതി എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്താണെങ്കിൽ രാഹുൽ ഗാന്ധിയെ മറികടക്കാൻ പറ്റുന്ന വേറൊരു നേതൃത്വം ഇല്ലാത്തതുകൊണ്ട് തന്നെ സീസണൽ പൊളിറ്റിക്സ് ഇന്ത്യയിൽ വലിയ ഗുണം കിട്ടുന്നൊരു കാര്യമല്ല. അതാണ് മുന്നണിയുടെയും പ്രശ്നം. മുന്നണിക്കകത്തുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ആശയങ്ങളുണ്ട്, പക്ഷേ പ്രായോഗികമാക്കാനുള്ള ഒരു മെഷീനറി പലപ്പോഴും ആ പാർട്ടിക്കില്ല. അത്തരം പ്രതിസന്ധികളുണ്ട്. പക്ഷേ രാജ്യം ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ചിന്തിക്കുന്നത്. അതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഉപയോഗിക്കാൻ അതിൽ യഥാർത്ഥത്തിൽ 2004 UPA എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ട്. അന്ന് ഒരു സാധ്യതയും ആരും പിന്നെ UPAക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. UPA ജയിക്കില്ല, വാജ്പേയി സർക്കാർ വീണ്ടും വരും, കാരണം ഇന്ത്യ തിളങ്ങുകയാണ് എന്നുള്ളൊരു പ്രചാരവേലയായിരുന്നു. അങ്ങനെയായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾ കാണുക ഇന്ത്യയുടെ ഒരു പുതിയ തിളക്കം തന്നെയായിരുന്നു, കാരണം ഒരുപാട് സാമ്പത്തിക വികസനം. പക്ഷെ താഴോട്ട് അത് ഉണ്ടായിരുന്നില്ല, ജനങ്ങൾക്കിടയിൽ അത് ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം, ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ പത്രസമ്മേളനത്തിന് പോയപ്പോൾ 2 നേതാക്കൾ, ആര് പിന്നെ പ്രണബ് മുഖർജിയും ഡോക്ടർ മൻമോഹൻ സിംഗും, അവർ 2 പേരും കൂടി പത്രസമ്മേളനത്തിൽ വന്നു. എന്നിട്ട് തൊഴുകൈയോടുകൂടി പത്രക്കാരും, ഞങ്ങൾ ദേശീയ പ്രതിപക്ഷ പാർട്ടിയാണ്, നിങ്ങൾ ഒരു വരി പോലും നിങ്ങളുടെ 1-ാം പേജിൽ ഞങ്ങളെ പറ്റി കൊടുക്കില്ല, ഉള്ളിൽ വല്ലതും ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരു ദേശീയ പ്രതിപക്ഷ പാർട്ടി കൊടുക്കേണ്ട മാന്യമായ പരിഗണന നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് അവരങ്ങനെ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ കൊടുത്തോന്ന് എനിക്കറിയില്ല, കാരണം രാജ്യത്ത് ഒരു 100 മാധ്യമങ്ങളുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ വളരെ ഇഗ്നോർ ചെയ്യായിരുന്നു. പക്ഷെ എന്തുണ്ടായി, 2004 അവർ ജയിച്ചു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. അപ്പം ആ തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സാധ്യമാണ്. പക്ഷെ അന്ന് അതിന് ഏറ്റവും വലിയ രാസത്വരകമായിട്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിച്ചു കൊടുത്തത് സുർജിത്തിനെ പോലെ ലീഡേഴ്സായിരുന്നു. ആ ഒരു ലീഡർഷിപ്പിന് പകരം ഞാൻ ആലോചിക്കുക, സുർജിത്തും യെച്ചൂരിയും ഒക്കെയുള്ള ഒരു നാഷണൽ ലീഡർഷിപ്പിന് പകരം നിങ്ങൾ ഈ പറഞ്ഞ കാതി ബേബി പോലും പോകുന്നില്ല. ബേബിക്ക് എന്ത് പറ്റിപ്പോയി? ബേബിക്ക് പോലും പോകാൻ കഴിയുന്നില്ല. എന്തായാലും പോകാത്തത് അയാൾക്ക് വേറെ വല്ല തിരക്കുണ്ടോ? അല്ല, ബേബിക്ക് ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ബേബിക്ക് പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും. സാധിക്കുന്നുണ്ടാവില്ല, അദ്ദേഹം ഒരു സൈദ്ധാന്തികനായതുകൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ആക്ച്വലി ലീഡർഷിപ്പിൽ അവർക്ക് ആളില്ലാത്തതല്ല. ബിജു കൃഷ്ണൻ അവിടെയുണ്ട്, വളരെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, ജനങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ പൾസൊക്കെ അറിയുന്ന. അതുപോലെ തന്നെ കൃഷ്ണപ്രസാദ് കർഷക തൊഴിലാളി, കർഷക മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്.
മഹാരാഷ്ട്രയിലെ പിന്നെ ധാവ്ളെ, അശോക് ധൗളയുണ്ട്. അയാൾ വളരെ ശക്തനായ കർഷക മേഖലയിൽ വലിയ പ്രവൃത്തി. ലീഡേഴ്സ് ഇല്ലാത്തതല്ല പ്രശ്നം, ലീഡേഴ്സിന്റെ റോളില്ല. ലീഡേഴ്സിന്റെ റോള് എന്തോ കാരണവശാൽ CPM-ലെ ലീഡേഴ്സിന് പകരം ഈ പറയുന്ന ക്രോണികളെ വെച്ച് അമേരിക്ക വിളിച്ചാൽ അമേരിക്കയുടെയും പോവും, ഇംഗ്ലണ്ട് വിളിച്ചാൽ ഇംഗ്ലണ്ടിൽ പോകും, ഏഷ്യാനെറ്റ് വിളിച്ചാൽ അങ്ങോട്ടും പോകും. ക്രോണികളെ കൊണ്ടുള്ള പണിയാണ് അത്. CPM-ന് ഗുണം കിട്ടുന്ന കാര്യമല്ല. മാത്രമല്ല CPM ഈ ED-യുടെ ഒക്കെ കേസുകളിൽ പിണറായി വിജയൻ്റെ കറപ്ഷനിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് പറയാനുള്ള ആർജവം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടിയാവും ബേബി മുങ്ങി. ഒരുപക്ഷെ അതായിരിക്കണം CPM-നെ സംബന്ധിച്ച ഒരു ക്രൈസിസ്. ഒരു ഇപ്പോഴത്തെ ഒരു നാഷണൽ ക്രൈസിസിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഇനീഷ്യേറ്റീവ് ദീപാങ്കർ ഭട്ടാചാര്യ എങ്ങനെ? ദീപാങ്കർ ഭട്ടാചാര്യ വളരെ നന്നായിട്ട് ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അതിനുള്ള ശേഷിയുണ്ട്. അയാൾക്ക് ബീഹാറിൽ അയാളുടെ സംഘടനയുണ്ട്. അതുകൊണ്ട് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു സ്ട്രോങ് ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറേ കൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട്. വളരെ സജീവമാണ്. ബേബിക്ക് കഴിയാത്തത് ദീപാങ്കറെ പോലുള്ളവരാണ് ആ ശൂന്യത നികത്തുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിരാശാഭരിതമായ ഒരു അന്തരീക്ഷം എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആ തരത്തിലുള്ള ലീഡേഴ്സ് ഉയർന്നു വരുന്നുണ്ട്. അത് CPM ആണ് ഏക ഇടതുപക്ഷ പാർട്ടിയും തെറ്റിദ്ധരിക്കുന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും പല രീതിയിലുള്ള ജനകീയ സമരങ്ങളുണ്ട്, പുതിയ മൂവ്മെൻറ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. CPM-നെ മാത്രം കാണുന്നുണ്ടുള്ള കുഴപ്പമാണ്. CPM-ന് തകർച്ചയുണ്ട്, അത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയല്ല, CPM-ന്റെ മാത്രം തകർച്ച. അല്ല, അതൊരു 10 വർഷം മുമ്പ് വരെ CPM ആയിരുന്നു ഈ ലീഡർഷിപ്പ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ സംഗതി. പകരം ആ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വേറൊരു പാർട്ടി നാഷണൽ ലെവലിൽ അങ്ങനെ വന്നിട്ടുമില്ല. അത് എമർജ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇന്ത്യയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? CPM അല്ലെങ്കിൽ CPM അല്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ, ദീപാങ്കറിന്റെ പാർട്ടിയോ മറ്റു കക്ഷികളോ ചേർന്നുകൊണ്ടുള്ള ഒരു ദേശീയ ഐക്യനിര ഉയരാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത? നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ധാരാളം RMPI എന്നുള്ള ദേശീയ തലത്തിൽ തന്നെ ഒരു പാർട്ടിയാണ്. CPML ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികളുടെ ഒരു ഫോർമേഷനും പല രീതിയിലുള്ള മുന്നണികൾ ഉണ്ടാക്കലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് CPM-നെ മാത്രം നോക്കി നിൽക്കുന്നുണ്ട്. അല്ല, ഈ RMPI ദേശീയ തലത്തിൽ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല CPM-ൽ ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ജനറൽ സെക്രട്ടറിയല്ല അദ്ദേഹം. ഈ വിഷയങ്ങളിൽ ഈ പറയുന്ന NDA അല്ല ഈ കോൺഗ്രസിന്റെ സഖ്യവുമായിട്ടൊക്കെ ഏത് തരത്തിലുള്ള കോൺഗ്രസിനെ പോസിറ്റീവായിട്ട് തന്നെ അവർ കാണുന്നത്. അവർ BJP-യെ തോൽപ്പിക്കാനുള്ള ഒരു വലിയ മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ് തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. കോൺഗ്രസിനെ അങ്ങനെ എതിർക്കേണ്ടതില്ല എന്നുള്ള എനിക്ക് തന്നെയാണ്. CPM-ന്റെ പൊസിഷൻ എന്തായാലും RMPI-യുടെ നേതാക്കൾക്കില്ല. അവർ CPM ലിബറേഷനായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്, SUCI പോലുള്ള പാർട്ടികളായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബദൽ ഇടതുപക്ഷത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ ആ നിലയ്ക്ക് ശക്തിപ്പെടുത്തുന്നുണ്ട്. അല്ല, കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ എല്ലാ സൂചനകളും, ഒരു തരത്തിലുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് രാജ്യത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ അജണ്ടകൾ, പുതിയ തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് അത് കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടുന്നതിന് തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിജയ് മുതൽ ഈ കോക്രോച്ച് പാർട്ടി വരെയുള്ള വ്യത്യസ്തമായ മൂവ്മെൻറ്റുകളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു സന്ദേശം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാധ്യത ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റോള് വഹിക്കാൻ കഴിയും എന്നുള്ളൊരവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും.